ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനായി പലവിധ വഴികൾ നോക്കുകയാണ് ബംഗ്ലാദേശികൾ. ഇന്ത്യയിലേക്കുള്ള നുഴഞ്ഞുകയറ്റം നോർത്ത് ഈസ്റ്റ് വഴി നടത്താനുള്ള അവരുടെ ശ്രമങ്ങളെല്ലാം തന്നെ ഇന്ത്യ ശക്തമായ രീതിയിൽ ചെറുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ട് പ്രകാരം ബംഗ്ലാദേശ് അതിർത്തിയിൽ, അതായത് ആസാം അതിർത്തിയുള്ള ബംഗ്ലാദേശിന്റെ അതിർത്തികൾ എല്ലാം തന്നെ വേലി കെട്ടിത്തിരിക്കും എന്നുള്ള വലിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ബംഗ്ലാദേശ് നുഴഞ്ഞു കയറാനായി ശ്രമിക്കുന്നത് കടൽ മാർഗമാണ് എന്നാണ് അറിയാനായി സാധിക്കുന്നത്. ഇതേ തുടർന്ന് ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ കർശനമായിട്ടുള്ള പരിശോധന നടത്തി വരികയാണ് കോസ്റ്റ് ഗാർഡ്. ഇതിൽ അനധികൃതമായി ഇങ്ങോട്ടേക്ക് സംശയാസ്പദമായി നുഴഞ്ഞു കയറാൻ ശ്രമിച്ച 78 മത്സ്യബന്ധനക്കാരെ പിടിച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലൈല 2, മേഘ്ന 5 എന്ന ബോട്ടുകൾ സംശയാസ്പദമായ രീതിയിൽ പിടിച്ചെടുത്തിരിക്കുന്നത്. ഇവരോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ മത്സ്യബന്ധനത്തിനായി അതിർത്തി കടന്നു വന്നതാണ് എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഇവരുടെ പ്രവർത്തനം അന്താരാഷ്ട്ര സമുദ്ര അതിർത്തി രേഖ IMBL കടലിൽ വച്ച് തടഞ്ഞു നിർത്തി പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവരുടെ പ്രവർത്തനം സംശയാസ്പദമാണെന്നാണ് കോസ്റ്റ് ഗാർഡ് പറയുന്നത്. 1981 മാരിടൈം സോൺസ് ഓഫ് ഇന്ത്യൻ ആക്ട് പ്രകാരം ഇവർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഇവരുടെ ബോട്ടുകൾ പരിശോധിച്ചു വരികയാണ്. പോരാത്തതിന് കൂടുതൽ അന്വേഷണത്തിനായി ഈ 2 ബോട്ടുകളും പാരി ദ്വീപിലേക്ക് കൊണ്ടുപോയി എന്നും അറിയാനായി സാധിക്കുന്നു. ബോട്ടല്ല, വലിയ കപ്പൽ തന്നെയാണ് എന്നും അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. സമുദ്ര സുരക്ഷ, നിശിതമായ ജാഗ്രത, കടലിലെ അനധികൃത നുഴഞ്ഞുകയറ്റങ്ങളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും തടയുന്നതിനുള്ള കോസ്റ്റ് ഗാർഡിന്റെ ശ്രമങ്ങളെയാണ് ഈ ഓപ്പറേഷൻ അടിവരയിടുന്നത് എന്നാണ് എല്ലാ മാധ്യമങ്ങളും പറയുന്നത്. അതുവഴി ഇന്ത്യയുടെ സമുദ്രാതിർത്തിയുടെ സമഗ്രമായ ജാഗ്രതയും കരുത്തും കാത്തുസൂക്ഷിക്കുവാനും ജലത്തിന്റെ സുരക്ഷത ഉറപ്പാക്കാനുമുള്ള പ്രതിബദ്ധത കൃത്യമായി കോസ്റ്റ് ഗാർഡ് ആവർത്തിച്ച് ഉറപ്പിക്കുകയാണെന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളും കേന്ദ്ര സർക്കാരും പറയുന്നത്. ഓഗസ്റ്റിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയത് മുതൽ കടൽപാതയിലൂടെ അനധികൃതമായി കുടിയേറ്റം നടത്താനായി ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പോരാത്തതിന് പാകിസ്ഥാനികൾക്ക് ബംഗ്ലാദേശിലേക്ക് വരാൻ വിസ ക്ലിയറൻസ് ആവശ്യമില്ല എന്ന നിയമം കൊണ്ടുവന്ന് ബംഗ്ലാദേശിൽ നിന്ന് മ്യാൻമർ വഴി പാകിസ്ഥാനികളെ ഇന്ത്യയിലേക്ക് കടത്തിവിടാനുള്ള ശ്രമവും ബംഗ്ലാദേശ് നടത്തുന്നുണ്ട് എന്ന രീതിയിലും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ അനധികൃതമായി കടൽ മാർഗം ബംഗ്ലാദേശികൾ ഇന്ത്യയിലേക്ക് ഭീകരപ്രവർത്തനത്തിനായി നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന നീക്കം ഇന്ത്യയുടെ കോസ്റ്റ് ഗാർഡ് പൊളിച്ചടുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.